സാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയ കുക്കിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത്. നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന മീനാണ് ഈ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. നമ്മളിത് പൂമീൻ എന്ന് പറഞ്ഞ മീനാണ്. അപ്പോൾ ഈ മീനെ നമ്മൾ കറി വെക്കാനാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമുക്ക് ഈ മീൻ ആദ്യമേ കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മീനിൻ്റെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. മീനൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഉപ്പും നാരങ്ങാനീരൊക്കെ ഒഴിച്ച് നമ്മളൊന്ന് ക്ലീൻ എടുക്കുവാണ്. അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് അകത്തെ ഉൾവശത്തൊക്കെ എന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ ഉണ്ടോ എന്ന് നോക്കി അതൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മീൻ കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. അതിനുവേണ്ടി വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, കറിവേപ്പില ഇതെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തു. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി എന്നിവ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മൾ ഇട്ട് വെച്ചു. ഇനിയാണ് പ്രധാനപ്പെട്ട സാധനം. ഇതാണ് നമ്മുടെ കുടംപുളി ഒരു വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് നീരും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഇട്ട് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് ഓയിൽ അതിലേക്ക് ഒഴിച്ചു. അതിലേക്ക് കുറച്ച് ഉലുവായും കുറച്ച് കടുകും കൂടി ഇടണം. ആദ്യമേ നമ്മൾ ഉലുവ ഇട്ടു. അതിനുശേഷം കുറച്ച് കടുകും കൂടി ഇടുക. കടുകും കൂടി ഇട്ടതിന് ശേഷം ആ കടുക് നന്നായിട്ട് പൊട്ടി തീരുന്നവരെ വെയിറ്റ് ചെയ്യുക. കടുക് അപ്പോഴത്തേനും നന്നായിട്ട് കടുക്കടാന്ന് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കടുക് പൊട്ടി തീരുമ്പോഴത്തേനും നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഇടാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി, ചുവന്നുള്ളി, അതുപോലെ നമ്മുടെ ഇഞ്ചി എന്നിവയെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഇളക്കുക. ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തൊരു കറിവേപ്പിലയും കൂടി ഇടും. ഒന്ന് ചെറുതായിട്ടൊന്ന് 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തതിന് ഒന്ന് മിക്സാക്കി. അതൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് കറിവേപ്പില കൂടി ഇട്ടിട്ട് അതുകൂടെ കൂട്ടി ഇളക്കി കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോഴത്തേക്കും നന്നായിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ. കുക്ക് ചെയ്യുന്നത് എൻ്റെ ഭാര്യയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് അത് മൂത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അത് മൊത്തം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരുന്ന മുളക് പൊടിയും കൂടെ ആ ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ടൊന്ന് ആദ്യമേ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. ആദ്യമേ ഇതൊന്ന് മിക്സ് ചെയ്യുകയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ അതിലോട്ട് കുറച്ച് വെള്ളം കുറച്ച് ഒഴിക്കാവുള്ളൂ, ഒരുപാട് ഒഴിക്കില്ല. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക. ഇളക്കാതിരിക്കരുത്. ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു കരിമണമൊക്കെ വരും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് നന്നായിട്ട് ഇളക്കി ഈ ഒരു പരുവത്തിൽ, അതായത് ആ എണ്ണ ചട്ടി പിടിച്ചിരിക്കുന്നതാണ്, ആ ഒരു പരുവത്തിലാണ്. എണ്ണ പൊങ്ങി വരുന്നൊരു പരുവത്തിലാക്കി ഇതുപോലെ ആക്കുക. ഇളക്കി അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. നോക്കി ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇതുപോലെ ആക്കി വെക്കുക. അതിലേക്ക് നമ്മളെടുത്ത് കഴുകി ക്ലീനാക്കി വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ട് സ്പൂൺ ചെയ്യുന്നതിലും നല്ലത് കൈകൊണ്ട് ഇതുപോലെ ഇളക്കി നന്നായിട്ട് ആ മീൻ കഷ്ണങ്ങളിലെല്ലാം നമ്മൾ ആ മുളകും മഞ്ഞപ്പൊടിയും മിക്സ് ചെയ്തെടുത്ത് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. കൈകൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്പൂൺ ചെയ്താൽ ചിലപ്പോൾ എല്ലാ ഭാഗത്തും മീനിൻ്റെ കഷ്ണങ്ങളുടെ എല്ലാ ഭാഗത്തും ഒന്നും പിടിച്ചെന്ന് വരത്തില്ല. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ചെയ്യുവാണെങ്കിൽ മീനിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിച്ചോളും.
അതിനുശേഷം നമ്മൾ അടുപ്പത്തേക്ക് ചട്ടി വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു 3-4 കറിവേപ്പില ആദ്യമേ അതിൻ്റെ അടിയിൽ അടുക്കി വെക്കുക. ഇതുപോലെ വെക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് പുരട്ടി വെച്ചിരുന്ന ആ മീൻ കഷ്ണങ്ങൾ അതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ അടുക്കുക. മൊത്തം അടുക്കരുത്, ഒരു 3/4 എടുത്ത് വെച്ചിരുന്ന മീൻ കഷ്ണങ്ങളിൽ ഒരു പകുതിക്ക് മുകളിൽ ഇതുപോലെ അടുക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ആദ്യമേ എടുത്തു വെച്ചിരുന്ന ആ കുടംപുളി ഉണ്ടല്ലോ, വെള്ളത്തിലിട്ട് ഉപ്പ് നീരൊഴിച്ച് വെച്ചിരുന്ന ആ കുടംപുളി ഇതുപോലെ മീൻ കഷ്ണങ്ങളുടെ ഇടയിലേക്ക് ഇതുപോലെ വെക്കുക. അതിങ്ങനെ അടുക്കി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെച്ചിരുന്ന നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി എല്ലാം കൂടെ നമ്മൾ മൂപ്പിച്ച് വെച്ചിരുന്നിട്ടുണ്ടല്ലോ, അതും എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വിതറുക. അതിനുശേഷം നമ്മൾ ബാക്കി വെച്ചിരുന്ന മീൻ കഷ്ണങ്ങളും അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അടുക്കി വയ്ക്കുക. അതിനുശേഷം കുറച്ച് ഗ്രേവി കൂടെ ഈ മറ്റേ ആദ്യമേ മൂപ്പിച്ച് വെച്ചിരുന്ന ആ ഇതുകൂടെ കാണും, അതുകൂടെ അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാം ഇട്ട് കൊടുത്തു, ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇനിയിപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം ഒരു ചീനച്ചട്ടിയിൽ മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ചല്ലോ, ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഇതും കൂടെ മിക്സായി ഇതിലേക്ക് കയറിക്കോളും. അതിനുശേഷം ആ ചട്ടി ഒന്ന് എടുത്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടുപ്പത്തേക്ക് വെക്കുക. അതിനുശേഷം കുറച്ച് ഗ്യാസ് കൂട്ടി വെക്കുക. അതിനുശേഷം പാത്രം മൂടി വെക്കുക. ഇപ്പോഴത്തെ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ മീൻ തിളയ്ക്കാൻ തുടങ്ങി. മീൻ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി മിക്സ് ആകുന്ന രീതിയിൽ, ഒരുപാട് പൊടിയാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തേക്കുക. ഇപ്പം ഏകദേശം ഒരു 10 മിനിറ്റോളം അടുത്തായി. അപ്പം നമ്മുടെ മീൻ നന്നായിട്ട് തിളച്ച് കുറച്ചൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ അത് പയ്യെ അടുപ്പത്തുനിന്ന് മാറ്റി നമുക്ക് ഇനിയിപ്പം മാറ്റി വെക്കാം. കാരണം നന്നായിട്ട് തിളച്ച് ഏകദേശം പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികം നേരം അടുപ്പത്ത് വെച്ചാൽ ഒരുപാട് പറ്റിപ്പോകും. അപ്പോൾ നമ്മളത് ആ തിളപ്പിലിരുന്ന് ബാക്കി ഏകദേശം റെഡി ആയിക്കോളും. അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ. അപ്പം നമ്മളത് പയ്യെ അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചു. അപ്പം നമ്മുടെ പൂമീൻ കറി റെഡിയായിരിക്കുകയാണ്. നല്ല കളറും നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.